ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹ്യുണ്ടായിയുടെ ഐറ്റൺ മാഗ്നയാണ് വന്നേക്കുന്നത്. മെറ്റാലിക് കളറിൽ വന്നേക്കുന്ന വാഹനം 2008 ഇതിൻ്റെ മോഡൽ വന്നത്. 8 2 മാസം പുറത്തേക്കുന്ന വാഹനമാണ്. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ വന്നേക്കുന്ന വാഹനമാണ്. പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. KL 41 ആണ് രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. കിലോമീറ്റർ വളരെ കുറവ് കിലോമീറ്റർ മാത്രം ഓടിയുള്ളൂ. അതാണ് ഈ വാഹനത്തിന് വേറെ ഹൈലൈറ്റ്. വെറും 36,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ളൂ. അത് നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ മനസ്സിലാവും. ഒരു ഫ്രഷ്നെസ് ഫീൽ നമുക്ക് വാഹനത്തിൽ കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയേഴ്സൊക്കെ നോക്കിയേക്കാം. പുത്തൻ മയങ്ങാത്ത ഇൻറ്റീരിയേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അധികം കാര്യമായിട്ട് അലച്ചിലോ ഒന്നും ഓടാത്ത, അങ്ങനെ ചവിട്ടി പൊളിച്ച് ഓടിക്കാത്തൊരു വാഹനമാണ്. പിന്നെ അതേപോലെ തന്നെ ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സ് ഒക്കെ വന്ന വാഹനം. പവർ നോക്കുകയാണെങ്കിൽ 1100 CC വന്നത്. 1080 കൊടുത്താണ്. രജിസ്ട്രേഷൻ എക്സ്പയർ 2023 വരെ രജിസ്ട്രേഷൻ എക്സ്പയർ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ വിശേഷം. ഇനി ഒട്ടനവധി വാഹനങ്ങൾ അതിനകത്ത് വരും. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഈ വാഹനം ഫുള്ള് കണ്ടേക്കാം. അതിനുശേഷം റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത്, അല്ലെങ്കിൽ ഇന്ന് പരിചയപ്പെടാൻ പോണത്, ഹ്യുണ്ടായിയുടെ ഏറ്റവും കൂടുതൽ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഇറങ്ങിയ ഒരു വാഹനം തന്നെയാണ്. അതിന് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോഴായാലും പല പല രൂപവ്യത്യാസങ്ങളിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റനാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ആദ്യകാലങ്ങളിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ഐറ്റനാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് IRDE ഇഞ്ചക്ഷനിൽ വന്നത്. അതിന് ശേഷം നമുക്ക് കാപ്പ എൻജിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റായിട്ട് നമുക്ക് നിയോസ് ഗ്രാൻഡ് ഐറ്റം വന്നു. അതിനുശേഷം നിയോസ് ഐറ്റം വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആ ഒരു ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റമൊക്കെയാണ് ആദ്യകാലങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നേടിയ വാഹനങ്ങളിലൊന്ന്. അപ്പോൾ ഈ ഒരു വാഹനമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. വീലേഴ്സിലേക്ക് നമുക്ക് ആദ്യം പോയേക്കാം. നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പ് നോക്കാം. ടയേഴ്സ് നമുക്ക് കൂടെ കാണാം. ബോണറ്റ് നോക്കാം. ബോണറ്റൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. ഈ ഒരു കളർ നോക്കുകയാണെങ്കിൽ ഇത് റെഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു കൊപ്പർ റെഡൊക്കെ ചേർന്നിട്ട് വന്നൊരു കളറാണ്. ഹെഡ് ലാംപ്സൊക്കെ നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് ബമ്പേഴ്സ് നോക്കാം. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു. ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ഹെഡ് ലാംപ്സ് ആയാലും നല്ല ഭംഗി തന്നെ ഇരിക്കുന്ന ഹെഡ് ലാംപ്സ് നമുക്ക് കൂടെ കാണാം. വീലാർസ് നോക്കാം. വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസ് നമുക്ക് കൂടെ കാണാം. നല്ല ഗ്രിപ്പ് നിങ്ങൾക്ക് ടയേഴ്സ് നിൽക്കുന്നുണ്ട്. നമുക്ക് സൈഡ് പോർഷനിലേക്ക് പോവാം. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് ഇങ്ങനെ 2 ഡോർസ് നമുക്ക് കൂടെ കാണാം. ആണോ? അതേപോലെ സൈഡ് നോക്കാം. സൈഡായിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് വീലാർച്ച് നോക്കാം. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ടയർ നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് നമുക്ക് കൂടെ കാണാം. ഓക്കെ, ഇനി ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ ഡിഫോക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റിയർ വൈപ്പറൊക്കെ വരുന്നുണ്ട്. ലിഡൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. ബമ്പേഴ്സ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് കൂടെ കാണാം. പിന്നെ നോക്കുകയാണെങ്കിൽ മാഗ്ന ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. സൈഡിലേക്ക് വരികയാണെങ്കിൽ 2 ഡോറും ഇവിടെ നോക്കാം. 2 ഡോറും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് കൂടെ കാണാം. അതേപോലെ നമുക്ക് ഇനി ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ബീച്ച് ആൻഡ് ബ്ലാക്ക് തീമിൽ പോയിരിക്കുന്ന ഡോർസ് നമുക്ക് കൂടെ കാണാം. 4 പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗം നമുക്കൊന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ്സും ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് കൂടെ കാണാം. അതേപോലെ തന്നെ ഡാഷ്ബോർഡ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. മിഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗിയർ നോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ ക്ലീനായിട്ട് ഇരിക്കുന്നു. നമുക്ക് കീ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ 36,000 ചില കിലോമീറ്റർ മാത്രമേ ഈ വാഹനം നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. പ്ലാറ്റ്ഫോം നോക്കാം. നല്ല ക്വാളിറ്റിയിലിരിക്കുന്ന പ്ലാറ്റ്ഫോം കൂടെ കാണാം. ഇവിടെ ഡോർസ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. സീറ്റ്സൊക്കെ കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെയാണ് വന്നേക്കണേ. ഒരു അഴുക്കോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. റൂഫ് നോക്കാം. റൂഫായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം നമുക്ക് വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് ഒന്ന് പോയേക്കാം. ഞാൻ ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയേഴ്സ് കൂടെ കാണാം. വിത്ത് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല നീറ്റായിരിക്കുന്ന സീറ്റ്, കുഴപ്പമില്ലാത്ത ലെഗ് റൂം കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഡോർ ഒന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗത്തിലേക്ക് ഒന്ന് വയ്ക്കണം. ഡോർ ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഒരു പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന ഹ്യുണ്ടായി ഐറ്റൻ്റെ വിശേഷങ്ങൾ. ഇത് ലീക്കേജോ കാര്യങ്ങളൊക്കെ ഇനി നോക്കാവുന്നതാണ്. ക്യാമറ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. ആപ്രോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. കേട്ടോ, ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം.
ബാറ്ററി ഒന്നും കുഴപ്പമില്ലാത്ത ബാറ്ററി തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് ലിഡിലേക്ക് പോയാം. ലിഡൊക്കെ നല്ല നീറ്റായിട്ട് നിൽക്കുന്നു, നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി എൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ട് സ്പേസ് എന്താണ് അവസ്ഥ നോക്കാം. ഞാൻ ജസ്റ്റ് കീ ഒന്ന് എടുക്കുകയാണ്. കീ എടുത്തിട്ട് ഇതിൻ്റെ ലിഡപ്പ് ചെയ്യാം. ലിഡപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാനുള്ളത് വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പാർസൽ ട്രേ നമുക്കിവിടെ കാണാം. അതേപോലെ തന്നെ എഡ്ജസൊക്കെ നോക്കാം. എഡ്ജസ് ആയാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന എഡ്ജസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൻ്റെ സ്പേസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. സ്പേസിലേക്കൊന്ന് പോയേക്കാം. ഇവിടെ കുഴപ്പമില്ലാത്ത സ്പേസ് എന്ന് പറയാനുള്ളൂ, അത്രയ്ക്ക് ലാവിഷ് സ്പേസ് ഒന്നുമില്ല. പിന്നെ ബ്രിഡ്സ്റ്റോണിൻ്റെ ടയേഴ്സ് വരുന്നുണ്ട്, കുറച്ച് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ സ്പെയർ വീൽ റൂം നീറ്റായിട്ട് ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജസ്റ്റിലേക്കൊന്ന് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും എൻ്റെ വരെ കണ്ടേക്കാം. താങ്ക് യു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു i10 പഴയ മോഡൽ i10 IRD ഇഞ്ചക്ഷനിൽ വന്ന വാഹനമാണ്. 2008 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. i10 മാഗ്ന മെറ്റാലിക്, സെക്കൻഡ് ഓണർഷിപ്പാണ്. പെട്രോൾ ഓപ്ഷൻ വന്ന വാഹനം. KL 41 രജിസ്ട്രേഷൻ. പിന്നെ ഹൈലൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റേഴ്സാണ് ഹൈലൈറ്റ് വന്നിരിക്കുന്നത്. 36,000 കിലോമീറ്റർ മാത്രം ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തും നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. ഷോറൂം നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ വിളിക്കണേ. എൻ്റെ രീതിയിലുള്ള നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഇൻട്രോയിലൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഓക്കെ, ഫേസ്ബുക്കിൽ കാണുന്ന സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 1,90,000 ആസ്കിംഗ് പ്രൈസ്, 1.90 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ നമ്മളകത്തേക്ക് വിളിച്ചേക്കാം. ഒട്ടനവധി വാഹനങ്ങൾ കഴിഞ്ഞപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.